റോബോട്ടിക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് രംഗത്ത് വൻ നിക്ഷേപവുമായി സോഹോ കോർപ്പറേഷൻ. കൊട്ടാരക്കരയിലെ സോഹോ കോർപ്പറേഷന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി നിർവഹിക്കുകയാണ്. തത്സമയ ദൃശ്യങ്ങളിലേക്ക്. Somnath sir, the lamp has been lit. Thank you ladies, thank you gentlemen. Now we have the digital inauguration of the new R&D office. Inaugural address by the Honorable Chief Minister. സഹോദരി സഹോദരന്മാരെ, സോഹോ കോർപ്പറേഷന്റെ ആഭിമുഖ്യത്തിൽ സ്ഥാപിക്കപ്പെടുന്ന റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് സെന്ററിന്റെ ഔപചാരികമായ ഉദ്ഘാടനം എല്ലാവരുടെയും അനുമതിയോടെ നിർവഹിച്ചതായി ആദ്യമായും അറിയിക്കട്ടെ. കേരളത്തിന്റെ വ്യാവസായിക മുന്നേറ്റത്തിന് പൊതുവിലും IT രംഗത്തിന് പ്രത്യേകിച്ചും ഊർജം പകരുന്ന ഒന്നാകും ഇത് എന്നാണ് പ്രതീക്ഷിക്കുന്നത്. സോഹോ കോർപ്പറേഷന് അവരുടെ പ്രവർത്തനങ്ങൾക്കാവശ്യമായ എല്ലാവിധ പിന്തുണയും സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകും എന്നുകൂടി ഈ ഘട്ടത്തിൽ അറിയിക്കട്ടെ. ഇവിടെ തുടക്കത്തിൽ 250 ജീവനക്കാർ ഉണ്ടാകുമെന്നാണ് കണക്കാക്കുന്നത്. എന്നാൽ കൂടുതൽ പേർക്ക് തൊഴിൽ നൽകുന്ന ഒരു സംരംഭമായി സോഹോ കോർപ്പറേഷൻ ഇത് വികസിപ്പിക്കും എന്നുമാണ് പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ വർഷമാണ് ഇവിടെ എഞ്ചിനീയറിംഗ് കോളേജിൽ ഇൻഡസ്ട്രിയൽ പാർക്കും ഗവേഷണ കേന്ദ്രവും സ്ഥാപിക്കുന്നതിന് സോഹോ കോർപ്പറേഷൻ സർക്കാരുമായി കൈകോർത്തത്. സർക്കാരിനോടൊത്തുള്ള ആ പ്രവർത്തനം സോഹോക്ക് പൂർണ്ണ തൃപ്തി നൽകി എന്നതിൻ്റെ ദൃഷ്ടാന്തമാണ് അവർ ആരംഭിക്കുന്ന ഈ സംരംഭം. ഇക്കാര്യത്തിൽ ഈ മണ്ഡലത്തിന്റെ ജനപ്രതിനിധി എന്ന നിലയിൽ സംസ്ഥാന ധനകാര്യമന്ത്രി എടുത്ത സവിശേഷ താൽപര്യം, അതിനുവേണ്ടി നടത്തിയ പ്രവർത്തനങ്ങൾ അത് പ്രത്യേകം പരാമർശം അർഹിക്കുന്ന കാര്യമാണ്. നമ്മുടെ നാട് IT വ്യവസായത്തിൽ വലിയ മുന്നേറ്റമാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിന്റെ IT കയറ്റുമതി 1 ലക്ഷത്തോട് അടുക്കുകയാണ്, 1 ലക്ഷം കോടിയോട് അടുക്കുകയാണ്. ഈ കഴിഞ്ഞയാഴ്ച എറണാകുളത്ത് ലുലു ഗ്രൂപ്പിന്റെ IT പാർക്ക് പ്രവർത്തനം ആരംഭിച്ചു. ആ ചടങ്ങിൽ വെച്ച് തന്നെ 500 കോടി രൂപ മുതൽ മുടക്കുള്ള മറ്റൊരു സംരംഭം അവിടെ ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്നതായും ലുലു ഗ്രൂപ്പ് വ്യക്തമാക്കിയിട്ടുണ്ടായി. ഇതെല്ലാം കാണിക്കുന്നത് IT രംഗത്തേക്ക് കൂടുതൽ നിക്ഷേപകർ കേരളത്തിൽ കടന്നു വരുന്നുവെന്നാണ്. ഇതിനെ ഇടയാക്കുന്ന ബഹുമുഖ ഘടകങ്ങളുണ്ട്. അതിലൊന്ന് യാത്രാ സൗകര്യമാണ്. ഒരു ഭാഗത്ത് നാഷണൽ ഹൈവേ വികസിക്കുന്നു. അതോടൊപ്പം തന്നെ വിമാനത്താവളങ്ങൾ നല്ല രീതിയിൽ കേരളത്തിൽ പ്രവർത്തിക്കുന്നു. വിഴിഞ്ഞം തുറമുഖത്തിന്റെ പ്രത്യേകത ഇവിടെ നേരത്തെ വ്യക്തമാക്കിയുണ്ടായി.
ഇങ്ങനെ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾ, ഇത്തരം കാര്യങ്ങൾക്ക് കേരളത്തിൽ വലിയ ഊർജമാണ് പകരുന്നത്. അതോടൊപ്പം ഊർജ ലഭ്യത ഉറപ്പുവരുത്താൻ ഉള്ള നടപടികൾ, പവർ ഹൈവേ യാഥാർത്ഥ്യമാക്കിയത്, ട്രാൻസ്ക്രിപ്റ്റ് പദ്ധതി നടപ്പാക്കിയത്, നമ്മുടെ നാട്ടിൽ ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതി പൂർത്തിയാക്കിയത്, ഇങ്ങനെ ഒട്ടേറെ കാര്യങ്ങൾ കേരളത്തിന്റെ വികസന രംഗത്തിന് കുതിപ്പേകുന്നവയായുണ്ട്. ഇതിനു പുറമെയാണ് നമ്മുടെ വ്യവസായങ്ങൾക്ക് അനുഗുണമാകും വിധം ഉന്നത വിദ്യാഭ്യാസ മേഖലയെ വലിയ തോതിൽ ശാക്തീകരിക്കുന്നത്. അതിന്റെ ഭാഗമായുള്ള പല വിധത്തിലുള്ള ഇടപെടലുകൾ വ്യവസായ മേഖലയ്ക്ക് ഗുണകരമായി മാറുകയാണ്. അതെല്ലാം സോഹോ പോലുള്ള സ്ഥാപനങ്ങൾ കേരളത്തിൽ എത്തുന്നതിന് ഇടയാക്കുന്നു എന്നത് നാം കാണേണ്ടതായിട്ടുണ്ട്. IT രംഗം വളർച്ച പ്രാപിക്കുന്നുവെന്ന് നേരത്തെ പറഞ്ഞല്ലോ. ഇപ്പോൾ നിലവില് നമുക്ക് 3 ഗവൺമെന്റ് പാർക്കുകളാണുള്ളത്. ടെക്നോ പാർക്ക്, ഇൻഫോ പാർക്ക്, സൈബർ പാർക്ക്. ഇവിടങ്ങളിൽ 1.5 ലക്ഷത്തോളം പേരാണ് തൊഴിലെടുക്കുന്നത്. IT രംഗത്തിന്റെ പ്രത്യേകത നാം ഓർക്കേണ്ടത്, നമ്മുടെ രാജ്യത്ത് തന്നെ ടെക്നോ പാർക്ക് പോലൊരു സംരംഭം തുടക്കം കുറിച്ചത് കേരളത്തിലാണ്. അന്ന് രാജ്യത്തെവിടെയുമില്ല. നമുക്കെല്ലാം അറിയാവുന്നതുപോലെ അതിനുശേഷം അത്തരം കാര്യങ്ങൾക്ക് തുടക്കമിട്ട സംസ്ഥാനങ്ങൾ ചിലത് അതിവേഗതയിൽ മുന്നോട്ട് പോയി. എവിടെയോ വെച്ച് നമ്മുടെ മുന്നോട്ട് പോക്കുന്ന പ്രയാസങ്ങളുണ്ടായി. അതാണ് നമുക്കിപ്പോ വലിയ തോതിൽ പരിഹരിക്കാൻ കഴിയുന്നത്. ഇപ്പോ 2016 ശേഷമുള്ള കാലയളവെടുത്താൽ നമ്മുടെ IT മേഖലയിൽ 66,000 പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. കേരളത്തിലെ IT പാർക്കുകളിലെ കമ്പനികളുടെ എണ്ണം 2016 702 ഇപ്പോഴത് 1156 എണ്ണമാണ്. നമ്മുടെ നാട്ടിൽ നിന്നുള്ള ആകെ കയറ്റുമതി 34,123 കോടി രൂപയുടേതായിരുന്നു.